ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്കുള്ള ഒരു വീഡിയോ ആണിത്. ഇന്നലെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞു. അതിൻ്റെ വിന്നറേയും പ്രഖ്യാപിച്ചു. അനുമോളായിരുന്നു വിന്നർ. ഈ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ സിനിമാ കാഴ്ച എന്ന് പറഞ്ഞ എൻ്റെ ചാനലിനകത്ത് ഞാൻ ഈ ബിഗ് ബോസിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ബിഗ് ബോസിൽ ഈ പ്രാവശ്യം കപ്പെടുക്കാൻ പോകുന്നത് അനുമോളായിരിക്കും എന്നാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് പറഞ്ഞത്. അത് പറയാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ബിഗ് ബോസിനകത്ത് വന്നിട്ടുള്ള ഈ അനുമോൾ 16 ലക്ഷം രൂപയാണ് PR കൊടുത്തിട്ട് ഈ വോട്ട് ചെയ്യുന്ന സംവിധാനം ഉണ്ടല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് യഥാർത്ഥമായിട്ട് ഗെയിം കളിക്കുന്ന ഒരാൾക്ക് വോട്ട് ചെയ്താൽ പോലും യഥാർത്ഥ ആ ഒരു വിജയെ പ്രഖ്യാപിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതുപോലെ PR വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ മുകളിലേക്ക് വോട്ട് ചെയ്ത് കയറ്റും. അതാണ് അനുമോൾ എന്ന് പറയുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ജയിക്കാനായിട്ടുള്ള ഒരു മെയിൻ ഘടകം. പിന്നെ അനുമോളെ ഇതിനകത്തേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ വിജയിപ്പിക്കുക എന്നുള്ളത് ബിഗ് ബോസിനും ഏഷ്യനെറ്റിനും ബിഗ് ബോസിനും ഒക്കെ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ബിഗ് ബോസിനകത്ത് ശരിക്കും ഗെയിം കളിച്ചിട്ടുള്ളൊരു കണ്ടസ്റ്റൻസ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഉറപ്പിച്ച് പറയും അനീഷാണ് എന്നുള്ളത്. കാരണം അനീഷ് നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ അനുമോളും അനീഷും തമ്മിലുള്ള ഒരു പ്രണയം ഒക്കെ ഇതിനകത്ത് അനീഷ് ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷേ അനീഷ് ജെനുവിനായിട്ട് പറഞ്ഞതായിട്ടാണ് എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്തത്. പക്ഷെ ഞാൻ ഈ 2-2.5 മണിക്കൂർ അല്ലെങ്കിൽ ഒന്നിരുന്ന് ബിഗ് ബോസ് കാണുന്ന പരിപാടിയൊന്നുമില്ല. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കുന്ന പ്രോഗ്രാം അല്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ആദില നൂറായെ പോലുള്ള ഈ വേസ്റ്റ് സാധനങ്ങളെ ഒന്നും ഇതിനകത്ത് കൊണ്ടുവന്ന് നിർത്തത്തിലായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ആദില നൂറ എന്ന് പറയുന്ന ഈ 2 കണ്ടസ്റ്റൻസിനെ അവസാനം ഈ 95 97 ദിവസം വരെ ഇതിനകത്ത് നിലനിർത്തി കൊണ്ടുപോയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരവുണ്ട്. ഇവർ രണ്ടുപേരെയും നിർത്തി ബിഗ് ബോസിൽ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. സത്യത്തിൽ ഇവരെന്താണ് അതിനകത്ത് ചെയ്തത്? അതിനകത്ത് ഗെയിം കളിച്ചിട്ടുള്ള ഒരാളാണ് ഈ ആര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. ലാലേട്ടൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആര്യൻ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടായിരിക്കും അവർ ചിലപ്പം ആളെ പുറത്ത് കളഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അക്ബർ, ഷാനവാസ്, ഇവരും അത്യാവശ്യം നല്ല ഗെയിം പ്ലെയേഴ്സാണ്. പക്ഷെ ഞാൻ ഈ ബിഗ് ബോസ് കാണുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ അറിയുന്നത് കൂടുതലും ഈ ബീബി ഉമ്മ എന്ന് പറയുന്ന ബിഗ് ബോസ് വീഡിയോകൾ കണ്ടിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ഉമ്മ ഉണ്ട്. അവരുടെ വീഡിയോ ആണ് ഞാൻ കാണാറുള്ളത്. അപ്പോൾ ഈ ബീബി ഉമ്മ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അനീഷിൻ്റെ ഒരു കട്ട ആരാധി. കാരണം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അനീഷ് ഈ പ്രാവശ്യം കപ്പ് എടുക്കും. അനീഷ് കപ്പ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കപ്പ് എടുത്താലും എടുത്തില്ലേലും ഞാൻ എൻ്റെ വീട്ടിൽ അനീഷ് വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ കേക്ക് കെട്ടിയെന്നാണ് ബീവിമ. വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ബീവിമ നല്ല രസത്തിലായിരുന്നു ഇത്രയും ദിവസം ഈ ബിഗ് ബോസിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ രസകരമായ രീതിയിലായിരുന്നു അവർ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും നമുക്ക് ആ ഒരു ലൈവ്, അതായത് അനീഷിന് കപ്പ് കിട്ടാതെ വരുമ്പോൾ ബീവിമ കൊണ്ടാകുന്ന ആ ഒരു സങ്കടമൊക്കെ ഇല്ലേ, അത് നമുക്കൊന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കണ്ടോളൂ. എന്തായാലും ആദില നൂറായ പുറത്താക്കിയാൽ അല്ലെങ്കിൽ ഇത്രയും നാൾ നിർത്തിയതിലുള്ള നിങ്ങളുടെ കമൻറ്റും കൂടെ ഒന്ന് അറിയിച്ചേക്കാം. നമുക്ക് ഇതെന്താണ് എന്ന് നോക്കാം. ഈ വർഷത്തെ മത്സരാർത്ഥിയെ അനൗൺസ് ചെയ്യുന്നത് എന്റെ അധികാരമായിട്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി വിജയം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7 വിന്നർ അനീഷ് തോറ്റടാ. അനീഷ് തോറ്റു. എനിക്ക് അപ്പോഴേ തോന്നി ഇത് അവസാനം എങ്ങനെ തന്നെ ആവും. എന്നാലും ജനങ്ങളുടെ മനസ്സിൽ അനീഷ് അല്ലയോടാ ജയിച്ചത്. എല്ലാ ജനങ്ങളുടെ മനസ്സിൽ മാത്രമല്ല, യൂട്യൂബില്, ഫേസ്ബുക്കില്, ഇൻസ്റ്റാഗ്രാമില് എല്ലാ പോളും ജയിച്ചത് അനീഷ്. അതാ ഏറ്റവും കൂടുതൽ വോട്ടിൽ അൺഒഫീഷ്യലി ജയിച്ചത് അനീഷ്. ഇതിന്റെ അകത്ത് മാത്രം PR ജയിച്ച്. നല്ല ജനങ്ങളുടെ മനസ്സിൽ അനീഷ് തന്നെ ജയിച്ചത്. ജനങ്ങളുടെ മനസ്സിൽ അനീഷ് തന്നെ ജയിച്ചത്. അതെന്തുവാ അത്? അതുകൊണ്ടല്ലേ നമ്മൾ കേക്ക് മേടിച്ചു വെച്ചേക്കുന്നത്. കേക്ക് നമ്മൾ മുറിക്കും. അതിനുള്ള പ്രൈസ് അല്ല നമ്മൾ നോക്കുന്നത്, കേക്കാണ് നോക്കുന്നത്. കേക്ക് മുറിക്കും. അനീഷ് വിന്നർ എന്നുള്ള കേക്ക് തന്നെ ഇവിടെ മുറിക്കും. എന്നാലും അപ്പൊ ആളുകൾ പറയും ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് വോട്ട് ചെയ്തവര് ഞങ്ങൾ PR ആണെന്ന്. അവര് PR അല്ല, പക്ഷെ PR ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇറങ്ങിപ്പോയ അക്ബർ, ഇറങ്ങിപ്പോയ ഷാനവാസ്, അവരാരെങ്കിലും പറഞ്ഞോ? എല്ലാരും അനീഷിന്റെ പേരാണ്. ഒരാളെ എടി പൊടിയെന്ന് വിളിച്ചിട്ടില്ല. അയാൾ ഒരു പോസ്റ്റർ അവിടെ കാണിച്ചില്ല. ഈ സീസൺ 7 അനീഷിന്റെ പേരിൽ അറിയപ്പെടും. അങ്ങനെ പറയും. എത്ര വർഷം കഴിഞ്ഞാലും റോബിന്റെ സീസൺ, അഖിൽ മാരാറുടെ സീസൺ, അനീഷിന്റെ സീസൺ. റോബിനാണോ ജയിച്ചല്ലോ? അല്ല, അനീഷിന്റെ സീസൺ എന്നേ പറയൂ. സീസൺ 7 എന്നാലും ഇത് ഭയങ്കര ഒരു സംഭവം തന്നെ. ഇത് ഇപ്പൊ ഇനിയിപ്പം PR എന്ന് പറഞ്ഞതിന് ഇപ്പൊ വരും ആളുകള് ഇളവി. അല്ല, PR എന്ന് പറഞ്ഞതിന് ഇളവി വരും ആളുകള്. എന്തായാലും 100% PR-ന്റെ ബലം കൊണ്ട് മാത്രമേ ജയിച്ചു. അവിടുത്തെ വോട്ട് കണ്ടില്ലയോ? അതല്ല, പൈസ ഇല്ലാത്തവർക്ക് ജയിക്കാൻ പറ്റത്തില്ല.
നിമിഷത്തിൽ ഞാൻ പക്ഷെ അയാൾ പാവം, അയാൾ ജയിക്കുമെന്ന് വിചാരിച്ചു. വല്ലാത്ത സങ്കടം, അവർക്ക് വരെ സന്തോഷം, ആ ഇരിക്കുന്നവർക്ക് വരെ അനീഷിന്റെ കാര്യം പറയുമ്പോൾ വല്ലാത്ത സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഇതൊരു ഷോ അല്ലേ അമ്മ? ഷോ ആണെങ്കിലും അനുമോള് ജയിച്ച അനുമോക്ക് ഒരു അവസരം കിട്ടി, അനുമോൾ നമ്മൾ അഭിനന്ദിച്ച് വിടുക, അല്ലാതെ അഭിനന്ദിച്ച് വിടുക. എന്നാലും ഞാൻ അനീഷിന്റെ പേര് കേക്ക് കെട്ടിയും. അനീഷ് തന്നെ വിന്നർ. സീസൺ 7 അനീഷ്. അനീഷ് തന്നെ വിന്നർ. അനീഷിന്റെ ജനങ്ങളുടെ മനസ്സിൽ അനീഷ് തന്നെ വിന്നർ. അല്ലെങ്കിൽ ആണ്ട് നമ്മളിടുന്ന ഈ വീഡിയോയിൽ ഒരു പോൾ ഇടാം, ആളുകൾ പറയട്ടെ, ജനങ്ങൾ പറയട്ടെ. ഇങ്ങനെ നമുക്ക് കേക്ക് കിട്ടിയാ പ്രേക്ഷകർക്കൊന്നും അത്രമാത്രം പരിചിതനായിട്ടുള്ള ഒരാളല്ല. എല്ലാരും കേക്ക് കിട്ടിയാ, കേക്ക് കിട്ടിയാ, എല്ലാരും ബാ, എല്ലാരും ബാ, എല്ലാരും ബാ. എടാ കേക്ക് കിട്ടുന്നുണ്ടോ? ഇനി അടുത്തോട്ട് വാ. കേക്ക് കാണാം, അനീഷിന്റെ ഇവിടെ കാണിയത് കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. അടുത്തൊരു നന്ദിയുടെ ജീവിതം ബിഗ് ബോസ് സീസൺ 7 വിന്നർ അനീഷ്. റിയാലിറ്റി ആണോ കഴിച്ചോ? ഒരു അവസരമാണ് ഇനി. അനീഷ് തന്നെ വിന്നർ. നമ്മളുടെ മനസ്സിൽ അനീഷ് തന്നെ വിന്നർ. ഇനി ആര് വിആറിനെ പറഞ്ഞെന്ന് പറഞ്ഞ് എന്നാന്ന് ചോദിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. അനീഷ് തന്നെ സീസൺ 7 വിന്നർ. ബിഗ് ബോസ് സീസൺ 7 വിന്നറായിട്ട് അനുമോൾ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ PR വർക്കിലൂടെ തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ജെന്യുവൻ ആയിട്ടുള്ള വോട്ടുകൾ കൂടുതലും വാങ്ങിയിരിക്കുന്നത് അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ്. ഇദ്ദേഹമാണ് ആദ്യം ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. അവസാനത്തെ 5 പേരിൽ ശക്തമായ മത്സര രംഗത്തുണ്ടായി. ആ 2 പേരിൽ ഒരാളായിട്ട് അനീഷ് ഇപ്പോഴും നിൽപ്പുണ്ട്. യഥാർത്ഥത്തിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇത് കാണുന്ന പ്രേക്ഷകരെ മണ്ടന്മാരാക്കി അവരെ വിഡ്ഢികളാക്കിയിട്ട് ഒരുമാതിരി എന്താ പറയുക വൃത്തികെട്ട പരിപാടിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. കാരണം പ്രേക്ഷകർ കുത്തിയിരുന്ന് ഹോട്ട്സ്റ്റാറിലും ഏഷ്യാനെറ്റിലും ഒക്കെ ഇരുന്നുകൊണ്ട് ഈ അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനൊക്കെ വോട്ട് ചെയ്തിട്ട് യഥാർത്ഥത്തിൽ കളിക്കുന്ന അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വോട്ട് മേടിച്ചിട്ടുള്ള ആൾ തോക്കുന്നു. ഇവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളിലൂടെ ഇതുപോലുള്ള ആൾക്കാരൊക്കെ വിജയിച്ച് വരുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ശുദ്ധ എന്താ പറയുക തെമ്മാടിത്തരം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ലാലേട്ടനെ പോലുള്ള ആൾക്കാരൊക്കെ ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് ഇങ്ങനെയുള്ള ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ പാടില്ല എന്നുള്ള. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫിനാലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദില നൂറ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ലാലേട്ടൻ അവരുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയതാണെങ്കിലും ചോദിച്ചൊരു കാര്യം, നിങ്ങളെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ അത് ഞാൻ സാധിച്ചു തരാൻ പോവാണ്. അത് നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യമുള്ളത് ആ ഒരു സമയം നോക്കി, ഞാൻ വീട്ടിലുള്ള സമയം നോക്കി നിങ്ങൾ രണ്ടുപേരും എൻ്റെ വീട്ടിലേക്ക് വരണം. ആ ഒരു മൂമെൻ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ആ മാതാപിതാക്കളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിട്ടാണ് ലാലേട്ടൻ പിന്നെ ആ ഒരു പ്രസ്താവന നടത്തിയത്. കാരണം അവരുടെ ലൈഫ് ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നല്ല അച്ഛനമ്മമാർ അവരുടെ മക്കളെ നല്ല ലെവലിൽ എത്തിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന പേരൻസിനെയൊക്കെ വെറുവാക്കിക്കൊണ്ടാണ് ലാലേട്ടൻ ആ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ലാലേട്ടൻ വീട്ടിൽ കയറ്റണം എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് അവരോട് ആ ഓപ്പൺ സ്റ്റേജ് വെച്ച് പിന്നീട് പറയേണ്ട കാര്യമില്ല. എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ അവരെ വിളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് കയറ്റിക്കോ, അതിനൊന്നും ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ആ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് വീണ്ടും ഇവരെ 2 പേരെയും ഞാൻ വീട്ടിൽ കയറ്റും അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വരണം എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന പോലെ അല്ലെങ്കിൽ അവരെ വെറുവാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയി പോയി ലാലേട്ട എന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകാം. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാനിത് പറഞ്ഞത്. അത് ശരിയായിട്ടുള്ളൊരു നിലപാടല്ല. കാരണം അങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്ന 2 പേരെ നിങ്ങൾ എന്ത് സന്ദേശമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പോകുന്നത്? ലാലേട്ടൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബത്തിലോ ഇങ്ങനെ 2 പേരും ഉണ്ടാകുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഊത്തലും വിഷമവും എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ മലയാളികളോട് കാണിച്ചിരിക്കുന്ന ഒരു നെറുവുകേടാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബിഗ് ബോസ് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ അനുമോളെ തെരഞ്ഞെടുത്തതും അനീഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ചവിട്ടി താത്തിയതും ബിഗ് ബോസ് കാണിച്ചിട്ടുള്ളത് തെമ്മാടിത്തരമെന്നാണ് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതുതന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. കൃത്യമായിട്ട് നിങ്ങൾ ഇതിന് കമൻ്റ് അറിയിക്കുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും